ഞങ്ങളൊക്കെ മറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ തന്നെ മനസ്സിലാക്കാം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് പി ശ്രീകുമാർ. മലയാള സിനിമയിൽ ആരാണെന്ന് കേട്ടാൽ എനിക്ക് കഴിവുള്ള എല്ലാ രംഗങ്ങളിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഞാൻ കൈവച്ചിട്ടുള്ള ഒരാളാണ്. 1966 ഞാൻ സിനിമയിൽ വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ അഭിനയിച്ച പടം റിലീസ് ചെയ്യുന്നത് കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഫെസ്റ്റിവൽ വന്നു. ഈ ഫെസ്റ്റിവൽ തന്നെ തിരുവനന്തപുരത്ത് വരുവാൻ അന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ശക്തമായി ഇതിൻ്റെ പിറകിൽ നിന്ന് ഗോവിന്ദപിള്ള സാറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുണ്ടായതിൽ ഒരാളാണ് ഞാനും. അന്ന് മുതൽ ഫെസ്റ്റിവലിൽ സജീവമായി പങ്കെടുക്കുകയും ഒരു ഫെസ്റ്റിവലിൽ കുത്തിയിരുന്ന് മുഴുവൻ പടങ്ങളും കണ്ടു തീർക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പൊക്കെ ഞങ്ങൾ അപശ്യരായി മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ പാലിക്കാൻ പറ്റുന്നില്ല, വന്ന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആരോഗ്യസ്ഥിതിയൊക്കെ ഇതതിൻ്റെ പുറത്ത്. പക്ഷേ എനിക്ക് ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ അഭിനയിക്കാനായിട്ടൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, നമ്മളെ ഹൃദയത്തിനെ ത്രട്ടി ചെയ്യുന്ന വിധത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇനി അങ്ങനെ ഒരു സംഗതി വേണ്ട, സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് നമ്മുടെ കുടുംബ വസ്തുക്കളൊക്കെ വിറ്റും പിറക്കിയൊക്കെ ബാങ്ക് ലോണും ഒക്കെ സംഘടിപ്പിച്ചിട്ട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയത്. അത് നല്ല സിനിമകൾ നിർമ്മിക്കുക. ഞാൻ നിർമ്മിച്ച സിനിമകൾ എം മുകുന്ദൻ്റെ സീത, നാഷണൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ, ഇന്ത്യൻ പരോരമയിലൊക്കെ വന്ന അസ്ഥികൾ പൂക്കുന്നു, അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ കുറെ പടങ്ങൾ ചെയ്യുകയും പിന്നെ സംവിധാനത്തിലേക്ക് തിരിയുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തു. പ്രൊഡ്യൂസിങ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാന്യമായിട്ട് അങ്ങനെ ഒരു പേരുദൂഷ്യം ഉണ്ടാക്കാതെ തന്നെ, ആർക്കും പൈസയൊന്നും കൊടുക്കാതില്ലാത്ത വിധത്തിൽ രക്ഷപ്പെട്ട് പ്രൊഡ്യൂസിങ് അങ്ങ് നിർത്തി. ഈ പ്രൊഡ്യൂസർ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്ക് പല ചേഞ്ചുകളും ഉണ്ടായതിനു ശേഷം പല കാലഘട്ടങ്ങളിലും ഇവിടെ സിനിമ ആകപ്പാടെ തകർന്നു പോയിരിക്കുന്നു, മറ്റു ചെയ്തിരിക്കുന്നു, പ്രൊഡക്ഷൻ കാസ്റ്റ് കൂടുന്നു, മറ്റെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചിരുത്താൻ, ശക്തമില്ലാത്ത പ്രൊഡ്യൂസറെ എന്നാണോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ താങ്ങിയത്. ശക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ആനയുടെ അത്ര വണ്ണം ഉണ്ടെന്നല്ല അർത്ഥം. അതായത് സാമ്പത്തികമായി കരുത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, സ്ഥിരമായി പടം എടുക്കുന്നവർ. ഉദാഹരണത്തിന് അസോസിയേറ്റഡ് ഫിലിംസ്, വാസുദേവ് സാറിനെ പോലെയുള്ളവര്, ചന്ദ്രധാര പോലുള്ളവര്, ഗണേഷ് പിക്ചേഴ്സിനെ പോലെയുള്ളവര്, മഞ്ഞിലാസിനെ പോലെയുള്ളവർ, ഇങ്ങനെ സ്ഥിരമായി കമ്പനി ഉണ്ടാവുകയും ആ കമ്പനിയിൽ നിന്ന് കാലാകാലങ്ങളിൽ ഇങ്ങനെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും അതൊരു വ്യാവസായികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അതനുസരിച്ച് തന്നെ നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ സിനിമയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഞാൻ വന്നതിൻ്റെ അന്ന് മുതൽ കേൾക്കുന്നുണ്ട് സിനിമയിൽ എന്നും പ്രതിസന്ധിയാണെന്ന്. പക്ഷെ ഇതുവരെ എന്ത് പ്രതിസന്ധിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കാണുന്ന പ്രതിസന്ധി പ്രൊഡ്യൂസർമാർ ശക്തന്മാരാവണം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശക്തനാവണം. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ നിർബാധമായിട്ട് പ്രൊഡ്യൂസറുടെ വികാരത്തിന് തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം. പക്ഷെ അതൊരു ട്രേഡ് യൂണിയൻ വികാരങ്ങളുടെ മുമ്പിലേക്ക് ആകരുത്. അതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി വെച്ചിരുന്ന, പ്രൊഡ്യൂസേഴ്സ് എവിടെ ശക്തമായിട്ടുണ്ട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. നടൻ അവിടെ കയറി ഭരിച്ചിട്ടില്ല, സംവിധായകൻ ഭരിച്ചിട്ടില്ല. ഒരുതരം എല്ലാവരും നിൽക്കേണ്ട നിലങ്ങളിൽ നിന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇഫ് യു ആർ എ പ്രൊഡ്യൂസർ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശക്തനായ പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരും ഒന്നും പറയില്ല, നിങ്ങൾ വിചാരിക്കണത് നടക്കുള്ളൂ. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ശക്തമാവുക. രണ്ടാമതായിട്ട്, ഈ സിനിമയിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെറും ശൂന്യമായ പോക്കറ്റിൽ പോകേണ്ടി വരുന്ന ഒരേ ഒരു വർഗം ഈ പ്രൊഡ്യൂസേഴ്സാണ്. വേറെ എല്ലാവർക്കും കാശുണ്ടായി. ഏത് ഒരു ചായ ഒഴിക്കുന്ന ആളായിരുന്നാലും അതിൻ്റെതായ രീതിയിൽ കാശ് കിട്ടി പോകാറുണ്ട്. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കാശുമില്ല, അവന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കും. അവൻ നല്ല പടമെടുത്താലും ഇത് പറഞ്ഞിട്ട് അവനെ ആരും തിരിഞ്ഞു നോക്കൂല. അയാൾ പെട്ടിക്കടകളും ലോട്ടറി ടിക്കറ്റ് വിൽപ്പനകളുമായി മാറിക്കൊണ്ടിരിക്കുന്നവരാണുള്ളത്. സിനിമയിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഒന്ന് സിനിമയുടെ ഡിസിപ്ലിൻ തകർന്നു. എവിടെയായിരുന്നാലും അച്ചടക്കം തകർന്ന ഒരു രാജ്യം പോലും നിലനിൽക്കില്ല. പിന്നെ അല്ലേ സിനിമ എന്ന് പറയുന്ന സാധനം. അച്ചടക്കം തകർന്നു. എടുക്കുന്നവരെല്ലാം ഇവിടെ വേട്ടക്കാരനാണ്. 2 പടം എടുക്കാനുള്ള ശേഷി ഉണ്ടെന്ന് കണ്ടാൽ വേട്ടക്കാരനാണ്. ഇന്നലെ വരുന്നവനും പറയും, ഞാൻ ഒരു സമയത്ത്
മലയാള സിനിമയിലെ ഞാൻ പേര് പറയുന്നില്ല, ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ മദ്രാസിൽ പോയി അനുഭവിച്ച ഒരു കാലഘട്ടത്തിനെ പറ്റി, വിഷമിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ചേട്ടാ അതൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന കാരണം കാലത്ത് 5 മണിക്കാണ് ഞാൻ ജിമ്മിൽ പോയി കിടന്നുകൊണ്ട് ഈ പാടുപെടുന്നത് അത്രയും എന്ന് പറഞ്ഞ ആൾക്കാരുള്ള വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന വലിയ ശക്തന്മാരെന്ന് പറയുന്നവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഈ രീതിയിലാണ്. ഇങ്ങനെ ആർക്കും ആരോടും എന്തും പറയാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിശബ്ദത പാലിക്കാനേ കഴിയൂ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ശക്തി വർദ്ധിക്കണം. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഞാനാണ് ഇവിടുത്തെ വലിയ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തഭിപ്രായവും പറഞ്ഞ് മറ്റവൻ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ, യവൻ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്നൊന്നും പറയുന്നതിനോടുകൂടിയൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇവിടെ കോൺക്ലേവ് നടത്തുന്നു, ഈ അസോസിയേഷൻകാരെല്ലാം റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുകയല്ലേ. പക്ഷെ എന്തർത്ഥത്തിലാണ് ഈ കോൺക്ലേവ് ഈ ഗവൺമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ഒരർത്ഥവുമില്ല, ഒന്നും നടക്കില്ല അതിലൂടെ ഉള്ളത്. കാരണം ഇവിടെ ലേബർ നിയമം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിക്കണം. ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി പറയുന്നുണ്ടോ? അതില്ലാത്തടത്ത് ആരാണ് ഇൻഡസ്ട്രി പ്രഖ്യാപിക്കാൻ പോണത്? ഇവിടെ അച്ചടക്കത്തിനെ പറ്റി പറയാൻ എന്തോ കമ്മീഷനെ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമെന്ന് പറയുന്നു. ആരുടെ ചെലവിൽ കൊണ്ടുവയ്ക്കും? പ്രൊഡ്യൂസറുടെ ചെലവിലാണോ കൊണ്ടുവയ്ക്കുന്നത്? പ്രൊഡ്യൂസർ എത്ര പ്രാവശ്യം ഇതിന്റെ ചെലവ് കൊടുക്കും? ഇന്നിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത്, നാളെ ഇവിടുന്ന് അമേരിക്കയിൽ ഷൂട്ട് ചെയ്യാൻ പോകണം. ഈ കമ്മീഷനെ കൊണ്ടുപോകുമോ? ആര് കൊണ്ടുപോകും? ഈ ചെലവ് ആര് വഹിക്കും? എങ്ങനെയാണ് ഈ കമ്മിറ്റിയെ കൊണ്ടു നടക്കുന്നത്? അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങളും ഇല്ലാതെ ഗവൺമെന്റിന്റെ കാലാകാലായി മാറി വരുന്ന മന്ത്രിമാര് പുങ്കവത്തനം കാണിച്ചുകൊണ്ട് ചില കോൺക്ലേവ് വിളിച്ചു കൂട്ടിയാലൊന്നും ഇവിടെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെ വിളിച്ചിരുത്തിയിട്ട് ആലോചിക്കണം, എന്താണ് ഇൻഡസ്ട്രി? ഇത് ഇൻഡസ്ട്രി ആണോ? എങ്കിലല്ലേ ലേബർ നിയമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കണവർ പറയുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ ഇൻഡസ്ട്രി ആക്കൂ എന്ന് ആദ്യം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതിന്റെ ലോ പോയിന്റുകൾ എവിടെയാണ് കിടക്കുന്നത്? ഒരു പ്രശ്നം വരുമ്പോഴും ഇതൊന്നും നോക്കൂല. ഞങ്ങൾ ഏതോ ആകാശത്തുനിന്ന് വന്നിട്ടുള്ള കുറെ പേര് ഞങ്ങളെ ജനിച്ചപ്പോൾ മുതൽ സിനിമയും കൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയണതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ നിശബ്ദരായി ഇരുന്നിട്ട് നമ്മുടെ കാലം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇരുന്ന് ജീവിച്ചു പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചാണ് ഞങ്ങളൊക്കെ നിശബ്ദരായി ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ ഫെസ്റ്റിവൽ വരുന്ന മൂഡില് സുഹൃത്തുക്കളൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് സംസാരിക്കണം, ഈ അവശതകളെ പറ്റി ഒന്ന് പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിലെ ആൾക്കാരും മോശമല്ല. ഇവിടെ ഇതിനകത്ത് നടക്കുന്ന ഈ എത്ര മലീമസമാക്കി കളഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. മദ്രാസിൽ സിനിമ വന്നപ്പോൾ ഉണ്ടായിരുന്ന അന്തസ്സൊന്നും കേരളത്തിൽ സിനിമ വന്നപ്പോൾ ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഉണ്ടോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ല. കാരണം അത് പോയത് നമ്മൾ തന്നെയാണ്. സ്വയം പല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് നാറ്റിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ സിനിമ വന്നത് മുതലുള്ള സംഭവമാണ്. പിന്നെ അധോലോകം എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഈ അധോലോകം സിനിമയുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് ഏത് പ്രദേശത്താണെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് കഴിയുകയില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പക്ഷെ ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഈ അധോലോകം വന്നതിന് ശേഷമാണ്, ഈ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഈ മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം. മദ്രാസിലുണ്ടായിരുന്നപ്പോൾ മയക്കുമരുന്നുണ്ടോ ഇല്ലേന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മദ്രാസിൽ ധാരാളം വർഷം 66 മുതൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇത്രയും മ്ലേച്ഛമായിട്ട് സിനിമയെ കണ്ടിട്ടില്ല. ഓരോരുത്തർക്കും ഭയങ്കര റെപ്യൂട്ടേഷനായിരുന്നു. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ബഹുമാനമാണ് ഓരോരുത്തർക്ക്. മുമ്പേ ഇരിക്കാൻ തോന്നുമോ കാണാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ? ഞാൻ പോയിട്ടുണ്ട്, ദീപ് സിംഗിന്റെ സാറിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ മാന്യത, അവരുടെയൊക്കെ ഒരു ഹൈലൈറ്റ്, അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ കുറ്റം പറഞ്ഞിട്ട് അവർ കാശ് കുറയ്ക്കണമെന്ന് പറയും. നിങ്ങൾ പിയേഡ് സോപ്പ് വാങ്ങിക്കാൻ ചെന്നിട്ട് ഗാമയുടെ കാശും കൊടുത്തിട്ട് വിളിച്ചിട്ട് വരുമോ? വരില്ലല്ലോ. ഏത് സാധനം പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റിന് വില കൂടും. അത് കൊടുത്തേ പറ്റുള്ളൂ. ഒരുത്തർക്കും നിഷേധിക്കാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ വെച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ച് ചെയ്യുക. ആര് പറഞ്ഞു ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാറിനെ വെച്ച് തന്നെ നിങ്ങൾ പടം എടുക്കണമെന്ന്? അല്ലാതെ ഉള്ള കന്നഡ നിങ്ങൾ കാണിക്കുക. നിങ്ങൾ പറയുന്ന എമൗണ്ടിലേക്ക് കാശ് വരാനായിട്ട് ആരാണ്? നിങ്ങളൊരു പടം ഏതെങ്കിലും രീതിയിൽ വിൽക്കാൻ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വില പേശി വാങ്ങിക്കുമോ, കുറഞ്ഞ വില പേശി കൊടുക്കുമോ നിങ്ങൾ? അതുകൊണ്ട് കച്ചവടത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കച്ചവടമാണ്, ബിസിനസ്സാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് മറ്റവർ കാശ് വാങ്ങിച്ചൂടാ, ഇവർ ഇത് ചെയ്തുകൂടാ, അവർ നല്ല ഷർട്ട് ഇട്ടൂടാ, അതൊന്നും പറഞ്ഞാലൊന്നും നടക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ ലോകത്ത് നിന്നിട്ടില്ല. ലോക സിനിമ പഠിക്കണം. ലോക സിനിമ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ആർക്കും സിനിമയിലേക്ക് കടന്നു വരാം. ഒരു ടാലന്റും വേണ്ട. അതിലേ കൂടെ പോയാൽ മതി. അങ്ങോട്ട് പോകണവൻ അഭിനയിക്കും, ഇങ്ങോട്ട് പോകണവൻ അഭിനയിക്കും, ആരഭിനയിച്ചാലും പ്രശ്നമല്ല എന്ന് വന്നതൊക്കെയാണ്. ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ശക്തി കുറഞ്ഞു പോയതുമാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിച്ചെടുത്താൽ
ഇനിയും നമ്മുടെ ഇടയിൽ മുത്തുകളുണ്ട്, ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്, ധാരാളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇവരെല്ലാം തങ്കം പോലെ ജ്വലിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉള്ളവരാണ്. അവരെ അതനുസരിച്ച് നിർത്താനും ഇതിന് എല്ലാത്തിനും ഒരു അച്ചടക്കമുണ്ടാക്കാനും ഇവിടേക്ക് മാലിന്യങ്ങൾ ഇഴഞ്ഞു വരാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന രീതിയിൽ കൊണ്ടുപോകണം. എന്തിനാണ് സിനിമ പോയി എറണാകുളത്ത് കിടക്കേണ്ടത്? എറണാകുളം ഏത് രീതിയിലാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ഥാനമായിട്ട് നിങ്ങൾ പറയുന്നത്? ഒരു സാംസ്കാരിക മണ്ഡലം തെരഞ്ഞെടുക്കണം. തിരുവനന്തപുരത്ത് സിനിമ എടുക്കാൻ കഴിയുന്നതിനുള്ള സൗകര്യക്കുറവ് എന്താണ് ഉണ്ടാകപ്പെടുന്നത്? തൃശ്ശൂർ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? കോഴിക്കോട് എന്താവുണ്ട്? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും വെള്ളപ്പൊക്കവും കലാമിറ്റീസും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കൂ. അത് വ്യക്തി താല്പര്യങ്ങളാണ്. ആ വ്യക്തി താല്പര്യങ്ങളെ ഉടയ്ക്കണം. ഉടച്ചു കഴിഞ്ഞിട്ട് അനുയോജ്യമായ കാലാവസ്ഥ, സൗകര്യങ്ങൾ, പ്രൊഡക്ഷൻ കാസ്റ്റ് കുറയുക, ഇതൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും സിനിമയുടെ മാസ്റ്റർമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ആരെങ്കിലും വിളിച്ചു കൂട്ടി എങ്ങനെയെങ്കിലും സിനിമ എടുക്കാനോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല എന്നല്ല. നമ്മൾ ഇതൊക്കെ അനുഭവിച്ച് പഠിച്ചു വന്നവരായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ എനിക്ക് കൂടുതൽ ഊന്നാനുള്ളത്, ഞാൻ കൈ വേർത്തവനാണ്. എൻ്റെ കുടുംബമൊക്കെ സിനിമയ്ക്ക് വേണ്ടി വിറ്റതാണ്. അത് എൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടാവരുത്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതിൻ്റെ വില ഉണ്ടാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് ശക്തരാകുമോ, എന്നാണോ പ്രൊഡ്യൂസേഴ്സ് അന്തസ്സായിട്ട് സംസാരിക്കാൻ തുടങ്ങും, സ്നേഹത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങാന്ന്, അവിടെ റൗഡി പീസൊന്നും നടക്കില്ല. ആരാണ് ഈ കാലഘട്ടത്തിൽ റൗഡി പീസ് വെച്ചു കൊടുക്കാൻ പോണത്? ആരാണ് ആരെ ഭയപ്പെടാൻ പോണത്? അങ്ങനെ നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്ക് ഒരു വണ്ടി പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അയ്യോ ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴും ഇറങ്ങി വരുന്ന ഒരു കൊച്ചു പയ്യൻ കഴുത്തിൻ്റെ ഇടയിൽ നിന്ന് വാളൂരി വെട്ടുന്ന കാലമാണ്. പിന്നെ ഏത് റൗഡി പീസാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് റൗഡി പീസൊന്നും നടക്കില്ല. ഇതെല്ലാം കണ്ടു വന്നിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സിനിമയിലെ അത്തരം ഉദ്ദേശങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക, ഓരോരുത്തരെയും സ്നേഹിക്കുക. അല്ല താൻ മാത്രം എല്ലായിടത്തും ഇരിക്കണം എന്നുള്ള ധാരണയും പാടില്ല. കാലാകാലം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മാറി വരും. ഇന്നെനിക്കൊരു സിനിമ എടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ സ്വയം മാറിക്കളഞ്ഞത് ഒരുവിധം രക്ഷപ്പെട്ട് നിൽക്കുന്ന ആ സ്വരം നന്നായിരുന്നപ്പം നിന്നു. ഇനിയിപ്പം പോയി ഒരു പടുകുഴിയിൽ വീണ് പോയാൽ തീർന്നു പോകും നമ്മൾ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സിനിമ നിന്നത്. സിനിമ എന്ന് പറയുന്നത് വളരെ ശക്തമായ മീഡിയമാണ്. ഈ നൂറ്റാണ്ടിന്റെ മീഡിയമാണ്. സിനിമയെ ജയിക്കാനായിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ സിനിമയിലെ കലാകാരന്മാർ ഉയർന്നു വരുമ്പോൾ, പ്രതിഭകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവരോടുള്ള അസൂയ കാരണം സമൂഹം അവരെ ചെളിയൊക്കെ എറിഞ്ഞ് നശിപ്പിക്കാൻ തോന്നുന്നു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും സൗരഭ്യം തരുന്ന താമര പോലും വിടർന്നു വരുന്നത് ചെറിയ ചെളിക്കുണ്ടിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിരിക്കണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ നിങ്ങൾ പത്രം നടത്തുന്നു, ചാനൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. നിങ്ങളുടെ സംഘടന വളരട്ടെ, വളരുന്നതിനോടൊപ്പം നന്മയുടെ പ്രതീകമായി മാറട്ടെ. അത് സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടി ആവട്ടെ. അല്ലാതെ സിനിമ കളിക്കാൻ വരുന്നവരെ സ്വീകരിക്കുക അല്ല ചെയ്യേണ്ടത്. ആര് വന്നാലും കാശ് പിടിച്ചു വാങ്ങിക്കുക എന്നല്ല സംഘടനകളുടെ ലക്ഷ്യമാവേണ്ടത്. ഈ സിനിമ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സായുജ്യം നിറയുന്ന ഒരു സിനിമാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ. ഇത് ഇത്രയും നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ചാനലായെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ഈ പറയുന്നതിൽ ചെറിയ സത്യങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാണ്. ഞാൻ വേറൊരു ചാനലാണെങ്കിൽ പറയില്ല, ഒന്നും പറയില്ല, നിശബ്ദമായിരിക്കണം. എന്ത് പറഞ്ഞിട്ട് ആരെ നന്നാക്കാൻ? നമ്മളൊന്നും വിചാരിച്ചാൽ ആരെയും നന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിശബ്ദമായിരിക്കാതെ ഞാൻ സിനിമയുടെ സുവർണ കാലങ്ങളായ മദ്രാസിലെ കാലങ്ങളായ പറക്കിക്കൊണ്ട് ഈ ജീവിതം അവസാനിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആണ്. ഈ സിനിമ നിലനിൽക്കട്ടെ, സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നിലനിൽക്കട്ടെ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, അവർ സന്തോഷിക്കട്ടെ. ആ ജീവിതം എൻ്റെയും ജീവിതമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.